മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു ഇന്ന് IPL-ൽ ഏറ്റുമുട്ടിയത്. സ്വന്തം തട്ടകത്തിൽ ഇന്ന് ടോസ് നേടിയ പഞ്ചാബ് ആദ്യം മുംബൈയെ ബാറ്റിംഗിന് അയച്ചു. അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ മുംബൈ 20 ഓവറിൽ 7 വിക്കറ്റിന് 192 റൺസാണ് നേടിയത്. അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് ആയിരുന്നു മുംബൈയുടെ ടോപ്പ് സ്കോറർ. 53 പന്തിൽ 78 റൺസാണ് സൂര്യകുമാർ യാദവ് നേടിയത്. 25 പന്തിൽ 36 റൺസ് നേടിയ രോഹിത് ശർമ്മ, 18 പന്തിൽ പുറത്താവാതെ 34 റൺസ് നേടിയ തിലക് വർമ്മ എന്നിവരായിരുന്നു മറ്റു പ്രധാന സ്കോറർമാർ. പഞ്ചാബിന് വേണ്ടി ഹർഷൽ പട്ടേൽ 3 വിക്കറ്റും സാം കറൻ 2 വിക്കറ്റും വീഴ്ത്തി. 193 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ പഞ്ചാബിനെ കാത്തിരുന്നത് വലിയ തകർച്ചയാണ്. ആദ്യം 3 ഓവറിനകം തന്നെ 4 വിക്കറ്റ് വീണു. 6 റൺസുമായി സാം കറൻ, റൺസൊന്നും എടുക്കാനാവാതെ പ്രഭ്സിമ്രാൻ സിംഗ്, 1 റൺ വീതമെടുത്ത റിലി റൂസോ, ലിയാം ലിവിങ്സ്റ്റൺ എന്നിവരാണ് വന്നപാടെ മടങ്ങിയത്. ഇതോടെ 14 റൺസിന് 4 വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് പഞ്ചാബ് എത്തി. പിന്നാലെ ടീം സ്കോർ 50 കടക്കും മുമ്പ് 5ാമത്തെ വിക്കറ്റായി ഹർപ്രീത് സിംഗും മടങ്ങി. അപ്പോഴേക്കും മുംബൈ കളിയിൽ പിടിമുറുക്കിയിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പഞ്ചാബ് ഒരുക്കമായിരുന്നില്ല. ശശാങ്ക് സിംഗ്, അശുതോഷ് ശർമ്മ കൂട്ടുകെട്ടിലൂടെ പഞ്ചാബ് കളിയിലേക്ക് തിരികെ വന്നു. 25 പന്തിൽ 41 റൺസാണ് ശശാങ്ക് സിംഗ് നേടിയത്. ഇരുവരും ചേർന്ന് വലിയൊരു കൂട്ടുകെട്ടിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ബുംറയാണ് ശശാങ്കിന്റെ വിക്കറ്റ് നേടിയത്. പിന്നാലെ വന്ന ഹർപ്രീത് ബ്രാറിനെ കൂട്ടുപിടിച്ചായിരുന്നു അശുതോഷ് ശർമ്മയുടെ പോരാട്ടം. തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും ഇന്ന് താരം നേടി.